ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൗ ടു കൗണ്ട് ഡിജിറ്റ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ n=1 2 3 എന്നുണ്ട്. ഓക്കെ, n=1 2 3. അപ്പോൾ ഈ 1 2 3 എത്ര ഡിജിറ്റ് ഉണ്ടെന്നായിരിക്കണം നമ്മുടെ ഔട്ട്പുട്ട്. അപ്പൊ ഈ 1 2 3 നമുക്ക് 3 ഡിജിറ്റ് ഉണ്ട്. 3 ഒരു നമ്പർ, 2 ഒരു നമ്പർ, 1 ഒരു നമ്പർ. അപ്പൊ 1+1+1=3. ഇങ്ങനെ 3 ഔട്ട് കിട്ടും. ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ 3 4 5 6 1 2 3 4. അപ്പൊ ഔട്ട്പുട്ട് 4. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും. നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ കൊടുത്താൽ അതിന്റെ അകത്തുള്ള ഡിജിറ്റ്സിന്റെ ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് എങ്ങനെ നമുക്ക് ഇതിന്റെ കോഡിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിന്റെ മീൻസ് മാത്തമാറ്റിക്സ് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 5 6 7 8 നമ്മൾ ഒരു ഇൻപുട്ട് നമ്പർ 5 6 7 8 എന്ന് എടുത്തു. ഇതിന്റെ അകത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്താണ്? 4 ആണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, നമുക്കൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ എത്ര വട്ടം ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ നമുക്ക് 0 കിട്ടുന്നത്, അത്രയും ഡിജിറ്റ് ആയിരിക്കും ആ നമ്പറിൻ്റെ അകത്തുള്ളത്. ഓക്കെ, 5 6 7 8 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 50 67 6 60 78 7 78. ഇനി നമുക്കൊന്നുമില്ല, പോയിന്റ് എടുക്കണം. പോയിന്റ് വേണ്ട, ജസ്റ്റ് റിമൈൻഡർ മീൻസ് എല്ലാ ഡിജിറ്റും ഡിവൈഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടാതെ ഇൻറ്റിജർ വാല്യൂ എപ്പം കിട്ടുന്നോ അതായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് നമ്പർ. ഓക്കെ, 5 6 7. അപ്പോൾ നമ്മൾ വീണ്ടും 5 6 7 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 56. 56 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5. 5 10 കൊണ്ട് ഡിവൈഡ് 0. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ട്രൈ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ നമ്മൾ ഒരു കൗണ്ടർ നമ്മൾ 0 ആയിട്ട് വെക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമ്മുടെ കൗണ്ടർ 1 ആയി. അടുത്തതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കൗണ്ടർ 2 ആയി. അടുത്തതിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കൗണ്ടർ 3 ആയി. അടുത്തതിനെ വീണ്ടും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കൗണ്ടർ 4 ആയി അല്ലേ? അപ്പം 4 തവണ നമ്മൾ ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ആൻസർ 4 കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വട്ടവും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതൊരു ടെക്നിക്കാണ്. വേറൊരു ഈസി മെത്തേഡും കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ യൂഷ്വലി നമ്മൾ കോഡിങ്ങിൽ ഇതായിരിക്കും എപ്പോഴും യൂസ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ യൂഷ്വലി നമ്മുടെ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, നമുക്ക് ഇതിന്റെ കോഡ് എഴുതി നോക്കാം. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ കോഡ് നോക്കാം. നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷനാണ് ആവശ്യം. ഫംഗ്ഷനിൽ നമ്മളൊരു നമ്പർ പാരാമീറ്റർ ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എത്ര ആ നമ്പറിന്റെ വാല്യൂ 0 എത്തുന്നത് വരെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. അണ്ടിൽ ആൻഡ് അൺലെസ് ആ നമ്പറിന്റെ വാല്യൂ 0 എത്തുന്നത് വരെ നമ്മൾ ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ 5 6 7 8 എടുത്തതിൽ ആ 5 6 7 8 എന്ന് പറഞ്ഞ നമ്പർ എപ്പോഴാണോ 0 ആവുന്നത് അതുവരെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതല്ലേ നമ്മുടെ ഐട്രേറ്റീവ് പ്രോസസ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 5 6 7 8 നമ്മൾ ആദ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 5 6 7 കിട്ടി. 5 6 7 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 56 ആയി. 56 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5 ആയി. 5 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 0. ഒബ്വിയസ്ലി 0 പോയിന്റ് സംതിങ്. നമുക്ക് പോയിന്റ് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ അതിന്റെ മുമ്പിലുള്ള മെയിൻ വാല്യൂ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യപ്പെട്ടൊരു വൈൽ ലൂപ്പാണ്. വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഇവിടെ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു കൗണ്ടർ ഇനിഷ്യലൈസ് ചെയ്യണം. നമുക്ക് ഇതിന്റെ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനല്ലേ. കൗണ്ടർ വാല്യൂ =0. അപ്പൊ വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പിനെ num/10 എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഡ്രൈ റൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൗണ്ടറിനെ ആഡ് ചെയ്യുന്നു. കൗണ്ടർ വാൽ +=1. നമ്മൾ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് റിട്ടേൺ ചെയ്യുന്നു? റിട്ടേൺ വേറെ കളർ എടുക്കാം, കൺട്രോൾ റിട്ടേൺ കൗണ്ടർ. നമുക്ക് ഇതിനൊന്ന് ഡ്രൈ റൺ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് കൗണ്ടറിന്റെ വാല്യൂ 0 അല്ലേ? നമ്മുടെ നമ്പർ എത്ര? 5 6 7 8. നമ്മൾ നേരത്തെ എടുത്ത നമ്പർ 5 6 7 8 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പൊ ഇത് ട്രൂ ആയി. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത് 5 6 7 8 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം എത്രയായി? 5 6 7. അപ്പൊ ഇവിടെ നമ്പിന്റെ വാല്യൂ എത്രയായി? 5 6 7 ആയില്ലേ? അത് അപ്പോഴത്തേക്ക് അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൗണ്ടറിനെ 1 ആയിട്ട്
ഇൻക്രിമെന്റ് ചെയ്തു. ഇത് വീണ്ടും മുകളിലോട്ട് പോയി, എന്നിട്ട് അടുത്ത വെയിറ്റ് ഞാനൊന്ന് വായിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ ഇപ്പൊ എത്രയാണ്? 567 അല്ലെ? നേരത്തെ ഫസ്റ്റ് ഇതിൽ അത് 5678 ആയി, രണ്ടാമത്തേൽ അത് 567 ആയി. വീണ്ടും നമ്മൾ നോക്കും, അതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ കൗണ്ടർ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്നു, ഇത് 2 ആവും. നേരത്തെ 1 ആയിരുന്നു, 1 മാറി 2 ആയി. അപ്പം ഇപ്പൊ നിലവിൽ 56 ആണ്. 56നെ നമ്മൾ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു, കൗണ്ടർ 4 ആയി. 5നെ അടുത്ത 5 ആയി, അടുത്ത റൗണ്ടിൽ 5 ആയി. 5നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കൗണ്ടർ 4 ആയി, നമ്പറിന്റെ വാല്യൂ 0 ആയി. ഇതിന്റെ അവസാനത്തെ ഔട്ട്പുട്ട് എത്രയായിരുന്നു? നമ്പറിന്റെ വാല്യൂ 0 പോയിന്റ് സംതിങ്. അപ്പം ഈ വയലിൽ നിന്ന് പുറത്തിറങ്ങി നമുക്ക് കൗണ്ടർ റിട്ടേൺ ചെയ്തു അല്ലെ? സിമ്പിൾ ആണ്, ഭയങ്കര എളുപ്പമാണ്. ഇത്രേ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഏതൊരു നമ്പറിനെയും 0 എത്തുന്നവരെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒരു കൗണ്ടർ ഇനിഷ്യലൈസ് ചെയ്യുക, കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ഐട്രേഷനിലും കൗണ്ടറിനെ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കുവാണെങ്കിൽ ഈ വൈൽ ലൂപ്പ് എത്ര വട്ടമായിരിക്കും പോവുക? എത്ര വട്ടം ഐട്രേറ്റ് ചെയ്യും? ഈ വൈൽ ലൂപ്പ് എത്ര വട്ടം ഐട്രേറ്റ് ചെയ്യും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബിഗ് ഓഫ് ഡിജിറ്റ്സ് അല്ലേ? ഈ വൈൽ ലൂപ്പ് 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 4 വട്ടവും ഐട്രേറ്റ് ചെയ്യില്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 വട്ടം ഐട്രേറ്റ് ചെയ്യില്ലേ? സ്പേസ് കോംപ്ലക്സിറ്റി എന്തായിരിക്കും? ബിഗ് ഓഫ് 1. നമ്മളൊന്നും എക്സ്ട്രാ സ്പേസ് എടുക്കുന്നില്ല. ഞാൻ എന്നിട്ട് നേരത്തെ പറഞ്ഞില്ലേ ഒരു ഈസി മെത്തേഡ്, എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഈ കോഡൊന്നും ഇല്ലാതെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ജസ്റ്റ് log 10 നമ്പർ പ്ലസ് 1. നിങ്ങൾ log 10 ഓഫ് നമ്പർ പ്ലസ് 1 ഇത് ചെയ്ത് കഴിഞ്ഞാൽ log ഓഫ് ബേസ് 10 ഓഫ് നമ്പർ പ്ലസ് 1, log ബേസ് 10 ഓഫ് നമ്പർ പ്ലസ് 1 എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പറിൽ എത്ര ഡിജിറ്റ് ആണോ ഉള്ളതെന്നുള്ള റിസൾട്ട് കിട്ടും. ഇപ്പം 5678 എന്ന് പറയുമ്പോൾ log 10 ഓഫ് 5678 പ്ലസ് 1 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4 കിട്ടും. 3 പോയിന്റ് സംതിങ് കിട്ടും. 3 പോയിന്റ് അത് നിങ്ങൾ ഫ്ലോർ വാല്യൂ എടുക്കുമ്പോൾ 3 പോയിന്റ് സംതിങ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് 4 ഉണ്ടാവും. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 0 എത്തുന്നത് വരെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് കൗണ്ടർ കിട്ടും. ആ കൗണ്ടർ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് log ബേസ് 10 ഓഫ് നമ്പർ പ്ലസ് 1. ഈ 2 മെത്തേഡാണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ. സോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പ്ലീസ് ഡു കമന്റ്. സോ എനിക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ കുറച്ചും കൂടെ ഈസി ആക്കേണ്ടതെന്ന്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.